നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ഹോസ്കോട്ട് മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗിന്റെ പുതിയ അക്കാഡമിക് ബ്ലോക്ക് സമർപ്പിച്ചു. ആധുനിക ക്ലാസ് മുറികൾ, ലൈബ്രറി, ലാബ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, പ്രിൻസിപ്പൽ സ്യൂട്ട്, ഓഡിറ്റോറിയം, സ്റ്റാഫ് റൂം തുടങ്ങിയവ ഉൾപ്പെടുന്ന ബഹുനില മന്ദിരമാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കൂദാശ കർമ്മത്തിൽ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫെലിക്സിനോസ് എപ്പിസ്കോപ്പ, ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്റ്റേഫാനോസ് എപ്പിസ്കോപ്പ എന്നിവർ സഹകാർമ്മികരായിരുന്നു. പൊതുസമ്മേളനത്തിൽ ഡോക്ടർ ഐസക് മാർ ഫെലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. ലളിതമായ സാഹചര്യങ്ങളിൽ ആരംഭിച്ച ഹോസ്കോട്ട് മിഷൻ ആത്മീയ ആതുര ശുശ്രൂഷ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ ആയിരങ്ങൾക്ക് ആശ്വാസം പകരുന്ന കേന്ദ്രമായി വളർന്നത് അഭിമാനകരമാണെന്ന് മെത്രാപ്പോലീത്ത പറഞ്ഞു. നഴ്സിംഗ് ശുശ്രൂഷ ഒരു തൊഴിലല്ല, മറിച്ച് ഒരു സേവനമാണെന്നും ലോകത്തെ ഏറ്റവും മഹത്തരമായ ശുശ്രൂഷയാണെന്നും മെത്രാപ്പോലീത്ത കൂട്ടിച്ചേർത്തു. Nursing care is not a profession, but a service. This is one of the noble services in the world. It stands as a beacon of compassion, skill, and dedication within the healthcare landscape. Please remember that while people may forget your names, that often happens, they will never forget how you made them feel. ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്റ്റേഫാനോസ് എപ്പിസ്കോപ്പ, വികാരി ജനറൽ വെരി റെവറൻഡ് ഷാം പി തോമസ്, സഭാ സെക്രട്ടറി റെവറൻഡ് എബി ടി മാമൻ, സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റെവറൻഡ് എബി കെ ജോഷ്വ, ട്രഷറർ എബി വാരിക്കാട്, മുൻ ജനറൽ സെക്രട്ടറി റെവറൻഡ് ജിജി മാത്യു, മുൻ ട്രഷറർ ജേക്കബ് ഷാമുവൽ, സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോർജ് കെ നൈനാൻ, അനി കോശി, സുവിശേഷകൻ ജയരാജ്, ഹോസ്കോട്ട് മിഷണറി റെവറൻഡ് ജിൻസൺ കെ മാത്യു, റെവറൻഡ് ജെയിംസ് പി കോശി, ട്രഷറർ ജേക്കബ് വർഗീസ്, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഷാനി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് ക്വയർ ഗാന ശുശ്രൂഷ നിർവഹിച്ചു. കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകണമെന്ന കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മാർത്തോമ സഭയുടെ സമീപനം രൂപപ്പെടുത്തുന്നതിനായി മാർത്തോമ സഭ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ നേതൃത്വത്തിൽ കൺസൾട്ടേഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. സെയിന്റ് തോമസ് സ്കൂളിൽ ഒരുക്കിയ കൺസൾട്ടേഷനിൽ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, ഡോക്ടർ ഐസക് മാർ ഫെലിക്സിനോസ് എപ്പിസ്കോപ്പ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാർത്തോമ സഭയുടെ സംഭാവനകൾ വളരെ വലുതാണെന്നും വിദ്യാഭ്യാസ മേഖലയിലെ കാലോചിത മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്നും മെത്രാപ്പോലീത്ത നിർദ്ദേശിച്ചു. സ്വകാര്യ സർവകലാശാലയുടെ അനിവാര്യതയെപ്പറ്റി ഡോക്ടർ കുഞ്ചറിയ പി ഐസക്കും എങ്ങനെ ഒരു സർവകലാശാല പടുത്തുയർത്താമെന്ന വിഷയത്തിൽ ഡോക്ടർ ജോർജ് വർഗീസും സർവകലാശാലയുടെ ഘടനയെക്കുറിച്ച് ഡോക്ടർ മിനി തോമസും പ്രഭാഷണങ്ങൾ നടത്തി. ഡോക്ടർ ഉഷ ടൈറ്റസ്, ഡോക്ടർ എം എ ഉമ്മൻ, ഡോക്ടർ ജോർജ് തോമസ്, ഡോക്ടർ സാംസൺ മാത്യു എന്നിവരും പ്രഭാഷണങ്ങൾ നടത്തി. മാർത്തോമ സഭയുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുതിയ ദിശാബോധമൊരുക്കി മാർത്തോമ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ നേതൃത്വത്തിൽ വാർഷിക അക്കാദമിക് കോൺഫറൻസ് തിരുവല്ലയിൽ സംഘടിപ്പിച്ചു. കൊമ്പാടി ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത ക്യാമ്പ് സെന്ററിൽ സംഘടിപ്പിച്ച ദ്വിദിന കോൺഫറൻസിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുനഃസംഘാടനം, സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയം ചർച്ച ചെയ്തു. സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ കൌൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന പരിഷ്കാരങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുമെന്നും തൊഴിൽ നൈപുണ്യം ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശത്തേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റത്തിന് പരിഹാരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ, ഡോക്ടർ ഫാദർ ജിജി ജെയിംസ്, ഡോക്ടർ കുഞ്ചറിയ പി ഐസക്, ഡോക്ടർ സാംസൺ മാത്യു, ഡോക്ടർ ഉഷ ടൈറ്റസ്, ഡോക്ടർ ജോർജ് വർഗീസ്, പ്രൊഫസർ അലക്സാണ്ടർ കെ ഷാമുവേൽ, ഡോക്ടർ അലക്സ് മാത്യു, പ്രൊഫസർ
NM മാത്യു, കമ്മീഷൻ സെക്രട്ടറി ഡോക്ടർ ICK ജോൺ തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, ആത്മായ ട്രസ്റ്റി ആൻസൽ സഖറിയ എന്നിവർ പങ്കെടുത്തു. മാർത്തോമ മെത്രാപ്പോലീത്തയുടെ സെക്രട്ടറി റവറൻ KE ഗീവർഗീസ് പ്രഭാത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. മാർത്തോമ സഭയുടെ വിവിധ കോളേജുകളിൽ നിന്നായി 104 പേർ പങ്കെടുത്തു. മലങ്കര മാർത്തോമ സുറിയാനി സഭ ആവിഷ്കരിച്ച അഭയ പദ്ധതിയിൽ പുല്ലാട് തെറ്റുപാറയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 8 വീടുകളുടെയും കമ്മ്യൂണിറ്റി ഹാളിന്റെയും കൂദാശ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത നിർവഹിച്ചു. ഭയം കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യമാണ് സമൂഹത്തിന് ആവശ്യമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത പറഞ്ഞു. കേരളത്തിൽ പോലും നിർഭയം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. രാത്രി മനുഷ്യർ ഉറങ്ങിക്കിടക്കുന്ന വീടുകൾ പോലും വന്യമൃഗങ്ങൾ തകർക്കുന്നു. കാർഷിക വിളകൾ നശിപ്പിക്കാൻ ശ്രമിച്ച ആനയെ ഓടിക്കുന്നതിനിടെ കുടുംബനാഥനെ കൊന്ന സംഭവം പോലും അടുത്ത ദിവസങ്ങളിലുണ്ടായി. ഇരുട്ടായി കഴിഞ്ഞാൽ എങ്ങനെ ഓരോ നിമിഷവും തള്ളി നീക്കുമെന്ന ആശങ്കയിലാണ് സമൂഹം. അഭയം പദ്ധതിയിലൂടെ സഭ ലക്ഷ്യമിടുന്നത് നിർഭയം ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണെന്നും മെത്രാപ്പോലീത്ത പറഞ്ഞു. നിർഭയം വസിക്കുക എന്ന് പറയുന്നത് ഭയം കൂടാതെ വസിക്കുക എന്ന് മാത്രമല്ല, ഭയത്തെ അതിജീവിക്കുവാനൂടെ സാധിക്കുക എന്നതാണ്. ഭയം കൂടാതെ ജീവിക്കുക മാത്രമല്ല, ഭയത്തെ അതിജീവിക്കുവാനൂടെ ഇടയായിട്ട് തീരുക എന്നതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നെപ്പോഴും നമ്മൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയാറുണ്ട്. കുറച്ച് സഹായമൊക്കെ കൊടുത്തു എന്ന് പറയുന്നതിനേക്കാളൊക്കെ അപ്പുറമായി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം വേണ്ട സൗകര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക, ഇതാണ് ഏറെ ആവശ്യമായിരിക്കുന്നത്. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പോലീത്ത സഹകാർമ്മികനായിരുന്നു. സീനിയർ വികാരി ജനറൽ വെരി റവറൻ ജോർജ് മാത്യു, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി ആൻസൽ സക്കറിയ, ഭവന നിർമ്മാണ കോഓർഡിനേറ്റർ റവറൻ VS കറിയ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണി പ്ലാശ്ശേരി, ഷാർജ മാർത്തോമ ഇടവക മുൻ വികാരി റവറൻ PT കോശി, ഷാർജ ഇടവക ഭാരവാഹികളായ ജോൺ മാത്യു, ബെന്നി K ജെയിൻ, റെന്നി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. മെട്രോപൊലീത്തയുടെ പട്ടത്ത സുവർണ ജൂബിലിയുടെ ഭാഗമായി ഭൂഭവനരഹിതർക്ക് 75 വീടുകൾ നിർമ്മിക്കുകയായിരുന്നു പദ്ധതി. ഇതുവരെ 59 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 7.5 ലക്ഷം രൂപയാണ് 560 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന്റെ നിർമ്മാണ ചിലവ്. പുല്ലാട് തെറ്റുപാറ തുണ്ടിയിൽ തോമസ് മാത്യു സൗജന്യമായി നൽകിയ 52 സെന്റ് ഭൂമിയിലാണ് 8 വീടുകളും കമ്മ്യൂണിറ്റി ഹാളും പൂർത്തിയായത്. ഷാർജ മാർത്തോമ ഇടവകയാണ് വീടുകളുടെയും കമ്മ്യൂണിറ്റി ഹാളിന്റെയും ചുറ്റുമതിലിന്റെയും നിർമ്മാണ ചെലവ് നിർവഹിച്ചത്. കവിയൂർ ആഞ്ഞിലിത്താനം മാർത്തോമ ഇടവകയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു വീടിന്റെ കൂദാശയും മെത്രാപ്പോലീത്ത നിർവഹിച്ചു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, റവറൻ ഉമ്മൻ വി വർക്കി, റവറൻ VS കറിയ തുടങ്ങിയവരും പങ്കെടുത്തു. 39 വർഷത്തെ വൈദിക ശുശ്രൂഷയ്ക്ക് ശേഷം സജീവ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന മാർത്തോമ സഭ വികാരി ജനറൽ വെരി റവറൻ KY ജേക്കബിന് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം യാത്രയയപ്പ് നൽകി. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യസ്നേഹിയും മാതൃകാ പുരോഹിതനുമാണ് വെരി റവറൻ KY ജേക്കബ് എന്ന് ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് എപ്പിസ്കോപ്പ അഭിപ്രായപ്പെട്ടു. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യ സന്ദേശം നൽകി. വെരി റവറൻ KY ജേക്കബ്, ഭദ്രാസന സെക്രട്ടറി റവറൻ ഷിബു എബ്രഹാം ജോൺ, ഭദ്രാസന ട്രഷറർ K ജോർജ് പണിക്കർ, റവറൻ സ്കറിയ തോമസ്, റവറൻ തോമസ് ഡാനിയൽ, റവറൻ ജോസ് പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. കൊട്ടാരക്കര കൺവെൻഷൻ ഗായക സംഘം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ഒട്ടേറെ ആളുകളുടെ ജീവിത വഴികളിൽ പുതുവെളിച്ചമായി മാറുന്ന മുംബൈ ഭദ്രാസനത്തിന്റെ കൗൺസിലിംഗ് പ്രോഗ്രാമായ നവദിശയുടെ കൗൺസിലിംഗ് സെന്റർ വാഷിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മാനസിക സംഘർഷങ്ങളാൽ ഭാരപ്പെടുന്ന സഭാ അംഗങ്ങളും അല്ലാത്തവരുമായ ആളുകൾക്ക് സെന്ററിൽ സേവനം ലഭ്യമാകും. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ വാനിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന സെക്രട്ടറി റവറൻ ജോൺ ജോസഫ്, ട്രഷറർ VP സൈമൺ, കൗൺസിലിംഗ് ടീം അംഗം റജി സാമുവൽ, നവദിശ ഡയറക്ടർ റവറൻ സാം K മാത്യു എന്നിവർ സംസാരിച്ചു.
കൗൺസിലിംഗിൽ PG ഉൾപ്പെടെ പരിശീലനം നേടിയവരും പരിചയസമ്പന്നരുമായ 15 പേർ അടങ്ങുന്ന ടീം സേവന സന്നദ്ധരായി പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു. 2022 ഓഗസ്റ്റ് 1 വാഷി സെന്റ് പോൾസ് മാർത്തോമ പള്ളിയിൽ ഡോക്ടർ യുയാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയുടെ ആശീർവാദത്തോടെ ആരംഭം കുറിച്ച നവദിശയുടെ കൗൺസിലിംഗ് പ്രോഗ്രാം നാട്ടിലും വിദേശത്തുമുള്ള ഒട്ടേറെ ആളുകൾക്ക് ആശ്വാസമാകുന്നു. ടോൾ ഫ്രീ നമ്പറായ 8447913923 ടെലി കൗൺസിലിംഗിനായി സജ്ജമാക്കിയിട്ടുണ്ട്. വിളിക്കുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. കൂടാതെ ഫാമിലി കൗൺസിലിംഗ്, പോസ്റ്റ് മാരിറ്റൽ, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, വയോജനങ്ങൾ, യുവജനങ്ങൾ, കുട്ടികൾ എന്നിവർക്കായി പ്രത്യേകം കൗൺസിലിംഗും നടത്തിവരുന്നതായി നവദിശ കൺവീനർ റെവറൻഡ് സാം കെ മാത്യു പറഞ്ഞു. അതിന് ടെക്നിക്കൽ സപ്പോർട്ടിന് എക്സ്പെർട്ടീസ് സപ്പോർട്ട് നമുക്കുണ്ട്. എക്സ്പെർട്ടീസ് സപ്പോർട്ടാണ് അച്ഛൻ സൂചിപ്പിച്ച നവദിശ എന്ന ഓർഗനൈസേഷൻ. എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് ആൻ ഒക്കേഷൻ ഫോർ ദ നവദിശ ടു പ്രസൻറ്റ് ദംസെൽസ് ആസ് ആക്റ്റീവ് മെമ്പേഴ്സ് ടു പ്രൊവൈഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു ദ മിനിസ്ട്രി ഓഫ് ദ ഡയസിസ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫീൽഡിൽ എക്സ്പെർട്സാണ്. അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടുണ്ട്, നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബേസ് ഉണ്ട്, പ്രയർ സപ്പോർട്ടുണ്ട്, എല്ലാത്തിലും ഉപരിയായി നമ്മുടെ കർത്താവ് എന്ന പില്ലറിൽ നമ്മൾ വെച്ചിരിക്കുന്നു. സംസ്ഥാന ടേബിൾ ടെന്നീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ടേബിൾ ടെന്നീസ് സ്കൂളുകളിലേക്ക് എന്ന പദ്ധതി തിരുവല്ല നിക്കോൾസൺ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. ടേബിൾ ടെന്നീസ് കളിക്കാൻ സൗകര്യമില്ലാത്ത സ്കൂളുകൾക്ക് ടേബിൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണിത്. നിക്കോൾസൺ സ്കൂളിനായുള്ള ടേബിൾ മെത്രാപ്പോലീത്ത ഏറ്റുവാങ്ങി. സ്കൂൾ മാനേജർ ഗീത ടി ജോർജ്, പ്രിൻസിപ്പൽ മെറിൻ മാത്യു, അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് റെജി പോൾ, സെക്രട്ടറി സുനിൽ കോശി ജോർജ്, രാജൻ ജേക്കബ്, KO ഉമ്മൻ, നൈനാനം കൊച്ചിയിൽ എന്നിവർ പങ്കെടുത്തു. മാർത്തോമ യുവജന സഖ്യം കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം നേതൃത്വം നൽകുന്ന പ്രഭാത ഭക്ഷണ വിതരണ പ്രോജക്റ്റായ സ്നേഹാമൃതത്തിന് 10 വയസ്സ്. സ്നേഹാമൃതം അറ്റ് 10 എന്ന പേരിൽ 21 ഞായറാഴ്ച വൈകുന്നേരം 5 കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിക്കും. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാത്തീത്തൂസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ ഡോക്ടർ യുയാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത മുഖ്യാതിഥിയാകും. ദിവസവും രാവിലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെയും എല്ലാ ശനിയാഴ്ചകളിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലെയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മറ്റുള്ളവർക്കും ഭക്ഷണം നൽകുന്നതാണ് പദ്ധതി. ഭദ്രാസന അധ്യക്ഷനായിരുന്ന ഡോക്ടർ യുയാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയുടെ പട്ടത്ത് രജത ജൂബിലിയോടനുബന്ധിച്ച് ഭദ്രാസന യുവജന സഖ്യം 2014 ഏപ്രിൽ 21 ആരംഭിച്ചതാണ് സ്നേഹാമൃതം. പദ്ധതി 3000 ദിവസം പൂർത്തിയായപ്പോൾ വിപുലമായ ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. മാറാമൺ മഹായോഗത്തിൽ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത സ്നേഹാമൃതം പദ്ധതിയെ പ്രത്യേകം അഭിനന്ദിച്ചിരുന്നു. യുവജന സഖ്യം വൈസ് പ്രസിഡന്റ് റെവറൻഡ് ജിനെ ഫിലിപ്പ് ജോർജ്, സെക്രട്ടറി എബി ശ്രീബാച്ചൻ, കൺവീനർ KK കുരുവിള എന്നിവർ നേതൃത്വം നൽകുന്നു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.